ഗുഡ് ഈവനിങ് ടു എവരിവൺ. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ സമൃദ്ധിയിലേക്കുള്ള യാത്രയാണെന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നലെ നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ശനിയാഴ്ച നമ്മൾ സമൃദ്ധിയെ പറ്റി സംസാരിച്ചു. വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ആണ് അതിന് ഉണ്ടായത്. ഒരുപാട് ആൾക്കാർക്ക് അതിൽ റിസൾട്ടുകൾ എടുത്തു. ഇപ്പോൾ റിസൾട്ടുകൾ എടുക്കാൻ ആൾക്കാർക്ക് സമയമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ മാജിക്കൽ ട്രിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്ന തിരക്കിലാണ്. അതിന്റെ ഇടയിൽ മിനിയാന്നത്തെ ടെക്നിക്കും കൂടി ആയപ്പോൾ ഇത് എപ്പോൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ഇന്റൻഷൻ എവിടെയൊക്കെ എഴുതണം എന്നുള്ള മൊത്തത്തിൽ ആകെ കൂടി കൺഫ്യൂഷനിലായിരിക്കുകയാണ് അധികം ആൾക്കാരും. ഒരുപാട് ആൾക്കാർക്ക് ചെറിയ ചെറുതും വലുതുമായ റിസൾട്ടുകൾ വന്നു എന്ന് കാണുന്നുണ്ട്. ഗ്രൂപ്പിലും കാണുന്നുണ്ട്, അതുപോലെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഏറെ സന്തോഷമാണ്. എല്ലാവർക്കും ഇനിയും കൂടുതൽ ഉയരങ്ങൾ ഉണ്ടാവാൻ, സാമ്പത്തികമായും മറ്റും ഉയരങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്, എല്ലാവർക്കും നന്ദി പറയുകയാണ്. യൂട്യൂബ് വീഡിയോ കണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ 16,000 സംതിങ് ആൾക്കാർ കണ്ട് അവരൊക്കെ 2,800ഓളം കമന്റുകളുമായി അത്രയും നന്നായിട്ട് ആ ഒരു വീഡിയോ ഏറ്റെടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുകയും സാധിച്ചതിൽ ചെയ്യുന്നതിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മളിവിടെ നമ്മൾ ചെയ്യുന്ന ഈ ക്ലാസ് എത്രയോ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നറിയുന്നതിന്റെ കൃതജ്ഞത, അതിന്റെ ഒരു നന്മ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്ന് മാത്രമേ ലളിതമായി പറയാനുള്ളൂ. നമുക്ക് ഇവിടെ യാതൊരു കണ്ടീഷനും ഇല്ലാതെയാണ് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ കൂടുന്നത്. അൺകണ്ടീഷനിലാണ്. ഇതിൽ നമുക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും വ്യത്യാസമില്ല. ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ പങ്കെടുക്കാം, അവർക്ക് വരാം, അവർക്ക് പോകാം. ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക, നന്മയുണ്ടാക്കുക എന്നതാണ് നമ്മുടെ സത്യസന്ധമായ ഉദ്ദേശം. അതിനിടയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാമല്ലോ, കോഴ്സുകൾ നമുക്കുണ്ടാവും. ആ കോഴ്സുകളിലൊക്കെ നിങ്ങളൊക്കെ ചേരണം. കൂടുതൽ കോഴ്സുകൾ ചെയ്തിട്ട് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും എല്ലാവർക്കും സാമ്പത്തികമായ ഉന്നതിയാണ് നമ്മൾ എപ്പോഴും കാക്ഷിക്കുന്നത്. അപ്പോൾ അതിന് തത്തുല്യമായ പ്രവർത്തനങ്ങളും കൂടി നമ്മൾ നടത്തണം എന്നുള്ളത് ആരും മറക്കാതിരിക്കുക. കാരണം പ്രവർത്തനങ്ങളില്ലാതെ ഇഫ് ദർ ഇസ് നോ ആക്ഷൻ ദർ ഇസ് നോ റിസൾട്ട് എന്ന് ആരും മറന്നു പോകരുത്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ക്ലാസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കും പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാനും ഇവിടെ ഇരുന്ന് മാത്രം ക്ലാസ് എടുത്താൽ എന്നിലും മാറ്റം ഉണ്ടാവില്ല അല്ലെ. അതിന് തത്തുല്യമായ മറ്റൊരു പ്രവർത്തനം കൂടി ഞാൻ ചെയ്യുന്നേ വേണം. അത് യാതൊരു തർക്കവും. അത് ചെയ്യാനുള്ള ചില മോട്ടിവേഷൻസും കുറെ ഇൻസ്പിറേഷനും കുറെ മെത്തേഡ്സുകളും ടെക്നിക്സുകളും അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ മനസ്സിന്റെ പരിവർത്തനം നടത്താനുള്ള രീതികളും ഒക്കെയാണ് നമ്മളോട് പഠിക്കുന്നത്. കാരണം ആക്ഷൻ എടുത്താൽ മാത്രം പോരല്ലോ അല്ലെ. ഇറ്റ് ഷുഡ് ബി എൻ സ്മാർട്ട് ആക്ഷൻ ആയിരിക്കണം. ആ സ്മാർട്ട് ആക്ഷൻ ചെയ്യാനുള്ള മെത്തേഡ്സുകളാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പൊ വായിച്ച പോലെ എനിക്ക് 10,000 രൂപ കിട്ടി, എനിക്ക് 12,000 രൂപ കിട്ടി, എനിക്ക് 100 ദിറംസ് കിട്ടി എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് സിമ്പിൾ, ഇറ്റ്സ് എ ബിഗ് ഡീൽ. ബിക്കോസ് ഇത് വളരെ വലിയൊരു ഡീലാണ്. കാരണം നമ്മൾക്ക് ഇത് അനുഭവിക്കാൻ തുടങ്ങി എന്നത് മാത്രമാണ് അവിടെ കാണേണ്ടത്. ആ അനുഭവമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആരും മറക്കാതിരിക്കുക. അപ്പൊ അതിനൊരുപാട് നന്ദി എന്ന് മാത്രമാണ് നമ്മളിപ്പോ ഓരോ നിമിഷവും പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആലീസിനോട് പറഞ്ഞത്, എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഡെയിലി കിട്ടിയ പൈസയെ നമ്മളൊന്ന് ഓർത്ത് വെക്കുമ്പോൾ വി നോസ് ഇറ്റ്, എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അടുത്തത് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് സംസാരിക്കാനുള്ളത്. ആഗ്രഹിക്കുന്ന പണം 1 മണിക്കൂറിനുള്ളിൽ ലഭിക്കാനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് ആദ്യം നന്ദിയാണല്ലോ ഉണ്ടാവേണ്ടത് അല്ലെ. അതാണല്ലോ നമ്മൾ ആദ്യം പ്രകടിപ്പിക്കുക, എന്നിട്ടല്ലേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിലും മിനിയാന്നത്തെ ക്ലാസ്സിലും ഒക്കെ ഉണ്ടായ അനുഭവത്തെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ 7 മിറാക്കിൾസ് പഠിപ്പിക്കുന്ന ടെക്നിക്കൽ പഠിപ്പിക്കുന്നുണ്ട്, തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് സംസാരിക്കാം, മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതിൽ ആർക്കു വേണ്ടി സംസാരിക്കാം. നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ആർക്കാന്ന് വെച്ചാൽ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയ ആൾക്കാർ. ആ ലത ഇപ്പൊ പറഞ്ഞ ലത തന്നെ പറഞ്ഞു. ഞാൻ ഇപ്പം സംസാരിച്ചിരിക്കുമ്പോ എനിക്ക് ഇപ്പം ഒരു 10,000 രൂപ ഇപ്പം മകളെ അയച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോ സാറിനത് മെസ്സേജ് അയച്ചു. അപ്പൊ സാർ ഫസ്റ്റ് പറഞ്ഞ ഞാൻ കേട്ടില്ല. പിന്നെ എനിക്ക് എന്റെ മകള് ഓള് ഒരു 3 മാസമായി അയർലൻഡ് പോയിട്ട്. അപ്പൊ അവിടെ ജോബിന്റെ ആവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ഗോൾഡൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓരോ തവണയും 2 ആഴ്ച കൂടുമ്പോ ഒരു 50,000 വെച്ചിട്ട് അയച്ചു തരുമായിരുന്നു അത് എടുക്കാനുള്ളത്. അപ്പൊ ഇന്നലെ എനിക്ക് 65,000 ഒരു 15,000 അധികം തന്നു. നമുക്ക് എയർ ടിക്കറ്റിനും അവിടെ എയർ ടിക്കറ്റിനൊക്കെ പൈസ കിട്ടി. അപ്പൊ അങ്ങനെ എനിക്ക് 15 കൂടെ അധികം തരാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു. എനിക്ക് ദൈവത്തിന്റെ എല്ലാരും ഒരു അപ്രിസിയേഷൻ കൊടുത്ത ലതയ്ക്ക്. കാരണം ഈ ഇങ്ങനെ കിട്ടുന്നതൊക്കെ നമുക്ക് അർഹരായ പണം തന്നെയാണ്. അത് മാത്രമേ നമ്മളിലേക്ക് വരാവൂ. നമ്മൾക്ക് അർഹതയില്ലാത്തൊരു പണം നമുക്ക് വരരുതല്ലോ. അപ്പൊ ആ പണത്തെ നമ്മൾ നന്ദിയോടെ നമ്മൾ സ്മരിക്കുന്നു. അപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ എമൗണ്ട് വന്നത് അല്ലെ, 2 ദിവസത്തെ അല്ലെ. രണ്ടാമത്തെ മകളൊരു 10,000 രൂപ ഇപ്പം അയച്ചത് 10,000 രൂപ. വെരി ഗുഡ്. അത് ഒരു കല്യാണ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിട്ടാണ്. എന്നാലും അതെനിക്ക് ഇപ്പൊ കിട്ടി. അല്ല, കാശ് നമുക്ക് പിന്നെ കയ്യിൽ നിൽക്കേണ്ട സാധനമല്ലല്ലോ, മറ്റൊരു ആവശ്യത്തിന് പോകണം. നമുക്കത് ചാലകമായി മാറിയാൽ മതി. വരണം, ഇതിലൂടെ പോകണം. അതാണ് കാശിന്റെ പ്രത്യേകത. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ ഹാൻഡ് റൈസ് ചെയ്തത്? സ്നേഹലത ആരാ ഹാൻഡ് റൈസ് ചെയ്തത്? ആ പറഞ്ഞോ, ആരാന്ന് വെച്ചപ്പെട്ടത് പറഞ്ഞോ. ഗീത വയനാട് ഓപ്പൺ ചെയ്തോ, പറഞ്ഞോ ഗീത. ഗീത പറഞ്ഞു, സംസാരിച്ചോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ടെക്നിക്ക് ചെയ്തു, മറ്റേ റിംഗ് ടെക്നിക്ക്. അപ്പൊ ഞാനൊരു 2 വർഷത്തിന്റെ അടുത്തായി ഇത് ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഓരോരുത്തരുടെയും കേട്ട് ഫീസൊക്കെ വലിയ എമൗണ്ട് തന്നെ ഫീസൊക്കെ അടച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇന്ന് പറയാതെ പറ്റില്ല സാറേ, അമേസിങ് റിസൾട്ടാ. എനിക്ക് എന്താ സാറോടൊന്ന് വിളിച്ചു പറയാൻ പറ്റാണ്ട് എനിക്ക് സങ്കടം. ഇപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഞാനൊരു നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്, VBioTourism. അപ്പൊ അതിന്റെ ഇന്നലെ ഒരു സൈഡ് നല്ല ലെഗ് ഇറങ്ങി സാറേ. അപ്പൊ ഞാൻ തുടങ്ങിയിട്ട് 4 മാസമായി. ഞാൻ എന്നും അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ആ ലെഫ്റ്റ് സൈഡിൽ ആളായിട്ടില്ല. ആളുണ്ട്, ഒരു 4-5 പേരുണ്ട്. അവിടെ ഒന്നും നല്ല ആക്റ്റീവായി വന്നതാണ്, പെട്ടെന്ന് നിന്നുപോയി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഇന്നലെ ലീഡർ വന്നിട്ട് സാറ് സംസാരിച്ച് എന്നോട് പറഞ്ഞു, ഗീതേച്ചി ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇങ്ങനെയാണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ നാളെ ഒരു ദിവസം എനിക്ക് നാളെ ഒരു ദിവസം, ഒറ്റ ദിവസം ഞാൻ ചോദിക്കുന്നുള്ളൂ. നാളെ ഒരു ദിവസം എനിക്ക് ഇത് വന്നില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുമെന്ന് പറഞ്ഞു. സാറേ ഇന്ന് ഞാൻ റിംഗ് ടെക് ചെയ്ത് ഇന്ന് ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് 6 പ്രൊഡക്റ്റ് ആണ് കിട്ടിയത്. ഞാൻ 16,500, അതായത് 100 PV, ഒരു പ്രൊഡക്റ്റ് 100 PV, അതായത് അങ്ങനത്തെ 5 പ്രൊഡക്റ്റ്. പിന്നെ നല്ല ലീഡറെ കിട്ടണമെന്ന് ഞാൻ 5 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് പിന്നെ ലീഡർ നല്ലത് കിട്ടണം. ആ ലീഡറേയും കിട്ടി. എനിക്ക് പറയാൻ പറ്റില്ല. ചെല്ലുന്നവർ മുഴുവൻ സംസാരിക്കുന്നു, എല്ലാവരും ബിസിനസ് ക്ലോസ് ചെയ്യുന്നു, ക്യാഷ് റെഡി ഗൂഗിൾ പേ ചെയ്യുന്നു. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സങ്കടമാണോ സന്തോഷമാണോ അറിയില്ല സാറേ. എനിക്ക് അത്രയും നന്ദിയാണ് സാറിനോട്. എനിക്ക് പറ്റുന്നില്ല പറയാതിരിക്കാൻ. അത്ര സന്തോഷമായി സാറേ. കാരണം എന്റെ ഷോപ്പ് ഉണ്ട്, ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്. ആ ഷോപ്പിൽ വർക്ക് ഒരു 5 എണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോപ്പിൽ ഇന്ന് കുറെ വർക്ക് ഷോപ്പിലും വന്നു. കാരണം സാലറി കൊടുത്ത് ഞാൻ നിർത്തിയേക്കുക. ഷോപ്പില് പിള്ളേരുണ്ട്, 4 പേരുണ്ട്. അപ്പൊ അവിടെയും നല്ല വർക്ക് വന്നു. ഇനി ഞാൻ ചെയ്തെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് റിങ്ങില് നോക്കിയിട്ട് ഇതെല്ലാം നേടിക്കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. അതിൽ പറയും ഇതെല്ലാം എനിക്ക് നേടി, എന്റെ കയ്യിൽ ഉണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് കിട്ടിയല്ലോ. ആ ഒരു ഇതന്നെ എന്നും ചെയ്തുകൊണ്ടിരുന്നു സാറേ. എനിക്ക് പറയാ പറ്റില്ല, അത്രയും വലിയ അമേസിംഗ് റിസൾട്ട് എനിക്ക് കിട്ടിയേക്കണം. 2 വർഷമായി ഞാൻ ഇത് ചെയ്യുന്നു സാറേ. ഫേസിൽ വന്നിട്ട് എനിക്ക് എന്താ അറിയില്ല, അത്രയും വലിയ അമേസിംഗ് റിസൾട്ടാ. താങ്ക് യു സാർ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. കാരണം ആ റിങ്ങിന്റെ പവർ കണ്ടോ? ആ റിങ്ങിന്റെ പവർ എന്താണ്? നിങ്ങൾ ഓരോ നിമിഷവും അത് നിർത്തും, അവിടെ കിടന്നു ഓരോ നിമിഷം നിർത്തും. കാരണം നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട്. പിന്നെന്താ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു? ഉണ്ട്, അത്ര തന്നെയാണ്. ഇതെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട് സാറേ.
ഞാൻ ആ 5 എനിക്കുണ്ട്. യെസ്, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. റിസൾട്ട് ഇത് നിങ്ങൾ എവിടെയും കാണാത്ത ടെക്നിക്കുകളാണ് നമ്മൾ ഇതാക്കുന്നത്. നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. എന്താ പറയാ, എപ്പോഴാണ് ആ ടെക്നിക്കുകൾ അങ്ങനെ പഠിച്ചെടുക്കുന്ന ടെക്നിക്കുകളൊന്നും അല്ല. പെട്ടെന്ന് നമുക്ക് ഒരു സമയത്ത് തോന്നുന്നു ഇത് കൊടുത്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്ത് കിട്ടിയ സന്തോഷം. ഇനി ആർക്കാ പറയാനുള്ളത്? നമുക്ക് എല്ലാവരും കേൾക്കാം അല്ലെ? പറയാനുള്ളവർ അപ്പൊ പറയും. ഞാൻ പറയാം, ആ എനിക്ക് പറഞ്ഞു, പറയാനുണ്ടാണ്. പറഞ്ഞോ. ഞാനല്ലേ പറഞ്ഞു. പറയണ്ടേ? പറഞ്ഞു ജയമോൾ. ആ അപ്പൊ ഞാൻ ഫസ്റ്റില് സാറിന്റെ ക്ലാസ് വിടുന്ന ഓഗസ്റ്റ് 22-ാം തീയതി ആയിരുന്നേ. പ്രതിജ്ഞയോടുകൂടിയാണ് തുടങ്ങുന്നത് ക്ലാസ്. ഹലോ. കേൾക്കാം, കേൾക്കാം, ഞാൻ കേൾക്കാൻ ആ നിൽക്കാം. അന്നേരം ഞാൻ ഓഗസ്റ്റ് 22-ാം തീയതി ഇപ്പൊ ആരോടും പരാതി പറയായിരുന്നു. അப்புறம் പ്രതിജ്ഞയോടുകൂടി ക്ലാസ് കേട്ടു സാറിന്റെ. എന്നിട്ട് ഞാൻ വെറുതെ ബുക്കിൽ എഴുതി വെച്ചു. ഞാൻ 10 വർഷമായിട്ട് വാർഡനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്ന ഒരു മാനേജർ കാരണം ഞാൻ പിണങ്ങി, അയാളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് പോവുക ചെയ്തേ. അന്നേരം എനിക്ക് ഈ നാട്ടിൽ തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എഴുതിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പഴയ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പോയപ്പോഴത്തേന് 60 പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരെല്ലാം പോയി, റിസൈൻ ചെയ്ത് പോയി. അപ്പൊ ഹോസ്റ്റലിലെ വാടകയ്ക്ക് പോകുന്ന നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്റ്റൽ വിട്ടു. ഹോസ്റ്റൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഹോസ്റ്റൽ ഉടമസ്ഥൻ എന്നെ വിളിക്കുന്നു, നമുക്ക് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ തുടങ്ങാൻ തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് ആ നാട്ടിൽ തന്നെ വരുന്നത്. അത് ഈ സാറിന്റെ കൂട്ടത്തിൽ കൂടി പിന്നെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കിട്ടുന്നേ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ സംഭവിച്ച ഒരു കാര്യം, ആ മോളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെ, അതെ. അപ്പം ആദ്യം അവര് ഞങ്ങളുടെ നാട്ടിൽ വന്ന് കൊച്ചിനെ കുറിച്ച് മോശമായ രീതിയിൽ നാട്ടിലെല്ലാവരോടും പറഞ്ഞേച്ചാണ് അവര് പോയത്. നമുക്ക് അവര് കെട്ടിക്കൊണ്ട് പോയിട്ട് പെരക്കകത്തുനിന്ന് അടച്ചിട്ട് 5-6 മാസം അവര് നോക്കിയതും തല്ലിയതും പിടിച്ചതൊക്കെ ഞങ്ങൾ പോലീസിനെ കണ്ടാൽ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ. അവര് നാട്ടിൽ വന്നേച്ച് പറഞ്ഞു ഇവക്ക് നാട്ടിൽ കൂടെ വേറെ ബന്ധം ഉണ്ടായിരുന്നു, ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടാ പോയത്. അപ്പം ദുരഭിമാനിച്ചിട്ട് കൂടുതലായിരുന്നു എനിക്ക്. ആ നാണക്കേട് കാരണം ഞാൻ പള്ളിയിൽ പോലും പോകാതെ ഇടവകപ്പള്ളിയിൽ പോയിട്ട് 5 വർഷമായിരുന്നു. അപ്പൊ ഞാൻ ഇതേക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ സാറിന്റെ ക്ലാസ് കൂടി പ്രാർത്ഥിച്ചിരുന്നപ്പോ മിനിഞ്ഞാന്ന് ശനിയാഴ്ച രാത്രി ഇവരെന്നെ വിളിക്കുക. അവരല്ല, ഇവളുടെ അമ്മായിയമ്മയുടെ ചേട്ടത്തിയും മക്കളും എല്ലാരും കൂടെ വിളിക്കുന്നു, ആന്റി ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ കൊതിയാകുന്നു, വന്നോട്ടേന്ന്. അവര് എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവരുടെ അനിയത്തി പറഞ്ഞിട്ട് നേരെ വിപരീതം നാട്ടിൽ വന്ന് പറഞ്ഞിട്ട് അവര് പോയി. എല്ലാരോടും പള്ളിയിലും കയറി പറഞ്ഞിട്ട് പോയി, ഇത്ര നല്ലൊരു കൊച്ചിനെ അവർക്ക് യോഗമില്ല, പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവര് പറഞ്ഞതെല്ലാം കൂടെ തിരുത്തിയിട്ട് ഇന്നലെ അവര് പോയി. അത് എനിക്ക് ഈ ക്ലാസ്സിൽ വന്നതിന്റെ 100% ഞാൻ ഉറപ്പായി. ഇനി ഞാനും സാറിന് ഇതുപോലെ അത്ഭുതങ്ങൾ പറയാനായിട്ട് ഞാൻ കാത്തിരിക്കുക. ഇന്ന് രാവിലെ റിങ്ങിന്റെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മോള് എനിക്ക് 6000 രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നു. ഒന്നും അറിഞ്ഞോണ്ടല്ല, അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു. കൊടുക്കാനുള്ളതാണ്, ലോൺ അടയ്ക്കാനൊക്കെയാണ്, എന്നാലും എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ. അത്ഭുതം. അങ്ങനെ ഇനിയും ഞാൻ പറയാൻ കാത്തിരിക്കുക കാര്യങ്ങൾ. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. വെയിറ്റിംഗ്. നിങ്ങൾ നന്നായിട്ട് പാട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാം ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 100% റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ല. സ്നേഹലത പറഞ്ഞോ. സർ, എനിക്ക് ഇന്ന് കിട്ടാനുള്ള ഒരു 7000 റുപ്പീസ് കിട്ടി. പഴയ ഹലോ. പൈസ അല്ലല്ല, കിട്ടാനുള്ളതായിരുന്നു. യെസ്, അത് കിട്ടി. പിന്നെ അതല്ല സർ, ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് റിങ് ബാങ്കിൽ വെച്ച് ചെയ്തത്. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. എനിക്ക് പൾസ് റേറ്റ് 49 ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് 69 മാറി. നന്നായി. മെയിൻ ആയിട്ട് ഞാൻ അതാ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന്. അത് വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആണ് അത് കൂടുതൽ വന്നത്. തീർച്ചയായിട്ടും സർ. വെരി ഗുഡ്, താങ്ക് യു. രമ വിശ്വനാഥ് പറഞ്ഞു. എനിക്ക് ഇന്നലെ അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ മലപ്പുറത്തേക്ക് രാവിലെ 5 മണിക്ക് പോയിട്ട് പിന്നെ രാത്രി 8 മണി വരുമ്പോ ഞങ്ങളുടെ ഒരു വൈദ്യത്തിന്റെ പഠന ശിബിരത്തിന് പോയതായിരുന്നു. അപ്പൊ ഇതൊന്നും നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈ റിങ്ങിന്റെ ഇത് ചെയ്യാൻ പറ്റില്ല ഇന്നലെ വൈകുന്നേരം, ഇന്നലെ പുലർച്ചയ്ക്ക് 5:30. എന്നിട്ട് ഇപ്പൊ ഇന്ന് ഉച്ചക്ക് ഞാൻ വിളിച്ച അവിടേക്കൊക്കെ പറഞ്ഞ് അഡ്മിനെ വിളിച്ച് പറഞ്ഞപ്പോ ഉച്ചയ്ക്ക് അത് ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇട്ട് തന്നു.
അതിനുശേഷം ഇപ്പൊ ഒരു മകള് 1000 രൂപ എനിക്ക് അയച്ചു തന്നു വൈകുന്നേരം ഇപ്പോ. പിന്നെ 444 രൂപ ഒരു മകള് ഏതിന് മെഡിറ്റേഷന് വേണ്ടിയിട്ടും അയച്ചു തരുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു യൂണിവേഴ്സ്. എല്ലാം ഓക്കെ. എനിക്ക് കിട്ടണം, ഒരുപാട് കിട്ടാനുണ്ട് കാശുകൾ. ചെയ്തിട്ട് കിട്ടിയതിലാണോ നിങ്ങൾക്ക് സന്തോഷം, ചെയ്യാൻ പറ്റാത്തതിലാണോ നിങ്ങൾക്ക് ദുഃഖം? ആദ്യം ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്? ചെയ്തിട്ട് ചെയ്തതില് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, കിട്ടിയത് അതാണോ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം വരുന്ന കാര്യം, ഇമ്പോർട്ടന്റ്? അല്ല മറ്റെല്ലാവരും ചെയ്യുമ്പോൾ കൂടെ ചെയ്യാൻ പറ്റാത്തതിന്റെ ദുഃഖമാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്? ഇല്ല, സന്തോഷം. അപ്പൊ കിട്ടിയതിൽ പറഞ്ഞത് സന്തോഷം. എന്താ ആദ്യം? അത് ചെയ്യാൻ പറ്റിയില്ലാത്തുള്ളൊരു അല്ല, ഓക്കെ, ഉണ്ടായിരുന്നു. ശരി ശരി. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ ചെയ്തത്. അതെ അതെ അതെ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു പോയില്ലേ? ആ ശരി, ഓക്കെ പിന്നെന്തിനാണ് അതിന് പറയണേ? ശരി, ഓക്കെ സാറ്. താങ്ക് ഇങ്ങനെയല്ലേ യു സാർ. ഇങ്ങനെയല്ലേ നമ്മുടെ ചിന്തകൾ മൊത്തം ഇതായി മാറുന്നത്. ശരി, ഇനി മാറി മാറി വരണം. ഞാൻ ഇതാ നോക്കൂ, സിമ്പിൾ ആണ്. ഞാനിപ്പോൾ നടക്കുകയാണെന്ന് പറയുന്ന ഒരാള് ഞാൻ എഴുന്നേറ്റതിന്റെ കഥ പറയുവോ? വേണ്ടല്ലോ. എഴുന്നേറ്റാലല്ലേ നടക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ഇന്നേവരെ എഴുന്നേക്കാതെ നടക്കാൻ പറ്റില്ലല്ലോ. അത് ലോകസത്യല്ലേ. പക്ഷെ നമ്മള് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നടന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നടക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലേ. എനിക്ക് രാവിലെ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഉച്ചക്ക് ചെയ്തു, സംഭവം തീർന്നില്ല അവിടേക്ക്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൊടുക്കുന്ന എന്താണ് നമ്മൾ കൊടുക്കുന്ന എനർജി എന്നതിന് ശ്രദ്ധിക്കണം കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ചിലപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് കിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾ ഉച്ചക്കേക്ക് മാറ്റിവെച്ചത്. അപ്പൊ അതിന് താങ്ക് യു പറയും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സാർ. അതിനാണ് താങ്ക് യു പറയേണ്ടത്. കാരണം ഉച്ചക്ക് രാവിലെ എല്ലാവരും ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തി. നിങ്ങൾ കുറച്ച് നേരം ചെയ്താൽ മതി പറഞ്ഞു, നിങ്ങൾക്ക് റിസൾട്ട് വന്നു. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. താങ്ക് യു സാർ. സാർ ആ പറഞ്ഞു. എനിക്കൊരു കാരണം സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞു. കാര്യം ശാലിനി പറയട്ടെ. പറഞ്ഞു. സാറേ എന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? എന്റെ ഒരു സ്വർണം വീണ് പോയിട്ടേ അനിയന്റെ ഭാര്യക്ക് കിട്ടി. 4.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. എനിക്കറിയില്ല എവിടെയാ വീണ് പോയതെന്നുള്ള. അങ്ങനെ ഇവരിത് അറിയാതെ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തു വെച്ച് അങ്ങനെ ഞങ്ങളെ കുടുംബം ഒന്നായിട്ട് നശിച്ചു പോയി. പിന്നെ എങ്ങനെയാ അത് അറിയുന്നത് വെച്ചാല് ഭർത്താവിന്റെ അമ്മ മരിച്ചപ്പോ അമ്മേന്റെ സ്വർണം വെച്ചിട്ട് കാണാതെ പോയി. ഞാൻ ആ വെച്ചത് ഒരു മോനേ ഉള്ളൂ. ഇങ്ങനെ ഈ സ്വർണം തെരഞ്ഞു ചെന്നപ്പോഴാണ് ഈ വീണു പോയ സ്വർണത്തിലേക്ക് എത്തുന്നത്. അപ്പം വീട്ടിൽ വെച്ച സാധനം അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് അയാൾ പറഞ്ഞ റൂമിൽ തെരഞ്ഞിട്ട് സാധനം കിട്ടി, സ്വർണം കിട്ടി. അപ്പം മറ്റേത് അന്വേഷിച്ചപ്പോ ഇവള് ഇങ്ങനെ കിട്ടിയാൽ എടുക്കുന്ന അപ്പൊ ഉണ്ടോന്ന് ചോദിച്ചപ്പോ എല്ലായിടത്തുനിന്നും ഉണ്ടെന്ന് പറഞ്ഞു, കുടുംബക്ഷേത്രത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവരെന്തായിട്ടും തന്നില്ല കേട്ടോ. ഞങ്ങൾ പറയാനും പോയില്ല, തെളിവില്ലാത്ത കാര്യല്ലേ. അങ്ങനെ എന്താണ് ഇപ്പൊ കാര്യം പറഞ്ഞു വരുന്നത്? എന്താണ് അപ്പൊ എനിക്ക് അത് ഹീൽ എന്താ ചെയ്ത് ഉദ്ദേശം? തരാൻ സാർ എന്തെങ്കിലും. പറയുന്ന കാര്യത്തിന് ഉദ്ദേശം എന്താണ്? സാർ എനിക്ക് ആ ഹീൽ ചെയ്ത് തരണം. അത് എന്റെ മനസ്സിന്നാട് പോണില്ല. അല്ല, അത് വേറെ ഓക്കെ. ആരോടും ഇവിടെ ഈ ഷെയറിങ്ങിന്റെ ഇടയിൽ ആ ഒരു ഷെയറിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? അതോ അതെനിക്ക് ഒരിക്കലും സാറിനെ കിട്ടുന്നില്ല. അപ്പൊ ഇവൻ കിട്ടിയപ്പോ പറഞ്ഞതാണ്. അങ്ങനെ അതാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു കാര്യം ഏതാണോ പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പറയണ്ടേ. നിങ്ങളെ വീട്ടിൽ കിടന്ന സ്വർണത്തിന്റെ കാര്യമല്ലല്ലോ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. അല്ല നിങ്ങൾ അങ്ങനെ പറയാൻ മെഡിറ്റേഷൻ പറ്റില്ല. നിങ്ങൾക്ക് 7 days ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? ഇന്നലത്തെ ഉണ്ട്. ചെയ്ത റിസൾട്ട് അത് പറയൂ. അല്ല അന്നലത്തെ കിട്ടിയില്ല, റിസൾട്ട് വന്നില്ല. അപ്പൊ ചെയ്യുമ്പോ മേലൊന്നായിട്ട് ചൊറി വരിക. സാറിനോട് പറയണേച്ചാ അപ്പൊ അത് ഒരിക്കലും കിട്ടുന്നില്ല പറയാന്. അതാ അതെ. സോറി സാറേ. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. അത് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിടക്കും. താങ്ക് യു സാർ. സാർ ഹലോ പറയൂ. സാർ, പറയൂ. കമറുന്നിസയാണ്. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഇതുവരെ സാറിനെ പറ്റി ഒന്നും അറിയില്ല, യൂട്യൂബ് മുഖാന്തരം അറിഞ്ഞതാണ്. പിന്നെ ഒരു ഫ്രണ്ട്സാണ് യൂട്യൂബ് മുഖാന്തരം അറിയിച്ചത്. ഇപ്പം കോഴിക്കോട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് പ്രോഗ്രാമിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറിയത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാന്നുള്ള മാത്രം. മറ്റേ ഇതിന് സാറ് പറയുമ്പൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, നോ ഞാനൊന്നും പ്രോബ്ലം. അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം അറിയും, ഇപ്പൊ നിങ്ങളെല്ലാം അറിയുന്ന ആ, ഒരാളാണ്. സമയമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് എനിക്ക് ഒരു 2 കൊല്ലത്തോളായി 4 ലക്ഷം റുപ്യ ഒരു സാറിന്റെ അടുത്ത് കൊടുത്തിട്ട് 12,000 റുപ്യ മാസത്തില് സാർ എനിക്ക് കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരുന്നു. ഇപ്പൊ സാറിന്റെ ബുദ്ധിമുട്ട് തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കുറച്ച് വൈകി അയച്ചു തരുന്നു. ഇപ്പൊ കൃത്യമായിട്ട് തരാനേ പറ്റുന്നില്ല. ഉം. ഇപ്പൊ ഒരു പെൻഡിങ് ആയിട്ടാ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ മാസത്തെ തന്നില്ല, ഈ മാസത്തെ കിട്ടിയില്ല, കഴിഞ്ഞ മാസത്തെ ഈ മാസാ തന്നത്. സാറിനോട് കർശനമായിട്ട് പറയാനൊന്നും തോന്നുകയില്ല. അങ്ങനെയുള്ളൊരു എടുത്തിട്ട് അത് നേരിട്ട് കാണുമ്പോ സാറിനോട് പറയാന്ന് വിചാരിച്ചതാ. ഒരു നല്ലൊരാളായിരുന്നു, അതുകൊണ്ട് മനസ്സിലും അയാൾ സാഹചര്യങ്ങളായിരിക്കുമല്ലോ ചിലപ്പോ അങ്ങനെ ആക്കിയിട്ടുണ്ടാവാം. അത് തന്നെയാണ് മനസ്സിലും വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു വെറുപ്പോ അല്ലെങ്കിൽ അയാൾ തന്നില്ല അതൊന്നും മനസ്സിൽ തോന്നുന്നില്ല. അയാൾക്ക് തരാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അത് തന്നെയാണ് അത് സമയമുള്ളത്. എങ്കിലും ഇവിടെ പല കുറികളും ആവശ്യങ്ങളെല്ലാം അത് കണക്കാക്കി കൂടിയോണ്ട് ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നു. ആ സാറ് അള്ളാഹു കുറച്ച് നല്ല കാര്യം. നമ്മളത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അദ്ദേഹത്തെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അവർക്കും ഓരോ മാസവും ഞാന് പ്രാർത്ഥിക്കല് സാറിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സാറിനും സാറിന്റെ കൂട്ടാളിക്കും വന്നത് കൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിക്ക്. അതിൽ നിന്ന് സാറ് രക്ഷപ്പെട്ടിട്ട് ഞാളും കൂടി രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയാ. എങ്കിലും ഓരോ മാസം 10-ാം തീയതി ഞാൻ ഇത് കണക്കാക്കി കൂടിയ കുറികൾക്ക് ഇതിൽ നിന്ന് തന്നെ വെച്ചു കൊടുക്കണം, വേറെ വഴിയില്ല. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ പറയാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ സാറിനെ പറ്റി ക്ലാസ്സിനെ പറ്റി മനസ്സിലാക്കുമെന്ന് മാത്രമാ ഓക്കെ, വിചാരിച്ചുള്ളൂ. ഇന്നത്തെ ക്ലാസ്സും കൂടി ഇരുന്നോളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. അതെനിക്ക് ആ പൈസ മുതല് തന്നെ കിട്ടണം. ഐഡിയ ഒക്കെ പറയും, അതാ ഇപ്പൊ എന്റെ പറഞ്ഞുതരാം ഓ ശരി കേട്ടോ. ഓക്കെ. ശരി, മറ്റാർക്കും ഈ ഇന്നലത്തെ റിസൾട്ടിനെ പറ്റി പറയാനുണ്ടല്ലോ? റിസൾട്ട് പറയേണ്ട മാർക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് പറയണ്ടായിരുന്നു സാറേ. പറഞ്ഞോ. ഞാൻ ജാനകിയാണ്. ആ പറഞ്ഞോ. എനിക്ക് ഇന്ന് റിങ് വള വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അത് ഇത്രയായിട്ട് കൂടുതൽ കിട്ടണം എന്ന് ഞാനിങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത്ര രൂപ വീതം ജാനകിക്ക് തന്ന പോലെ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കൂടുതൽ പൈസയാണ് എനിക്ക് കിട്ടാന്ന് വിചാരിച്ച നിങ്ങൾ തരാന്ന് പറഞ്ഞേക്കണത്. പിന്നെ ഇന്ന് എനിക്ക് മകള് 2,000 ഇട്ടു, വേറൊരാള് തരാനുണ്ടായിരുന്നത് 4,000 തന്നു, പിന്നെ സാലറി ആയിട്ട് 650 കിട്ടി. അങ്ങനെ 6,650 രൂപ ഇന്ന് കിട്ടുകയും ചെയ്തു. ഇത് മാസം ശമ്പളം ആയിട്ട് ഇങ്ങനെ കൂടുതൽ തരാന്നും ഇന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനത് ചെയ്തിട്ട്. വെരി ഗുഡ്. പിന്നെന്താ വേണം? ഒരു പ്രാവശ്യം റിങ് കയ്യിൽ തന്നെ ഇല്ലേ? ഉണ്ട്. വള എന്നെ കയ്യിൽ തന്നെ മനസ്സിലായോ ഉണ്ടല്ലോ. സാറിന്? എന്നെ മനസ്സിലായോ? മനസ്സിലായി. വള അഞ്ജുവിന്റെ കയ്യിൽ അമ്മ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. അഞ്ജുവിന്റെ അമ്മയെ ഞാൻ. അതെ, നിങ്ങൾക്ക് മനസ്സിലായി. ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, മനസ്സിലായി. ജാനകി മാമിനെ അറിയാത്തവർ ആരും ഇല്ലല്ലോ ഇവിടെ, എല്ലാവരും അറിയും. അങ്ങനെ അറിയണേ. എല്ലാവരും അപ്പൊ തന്നെ പറഞ്ഞു, ശബ്ദം കേൾക്കുമ്പോ തന്നെ പറഞ്ഞില്ലേ. നിങ്ങളെ ഏറെ സന്തോഷം. ഒരുപാട് നന്ദി. സന്തോഷം. ആ വള കയ്യിൽ വെക്കുന്ന ഓരോ നിമിഷവും ഇനി ആ വളയിൽ ഇതാവുക. അഞ്ചും കുറച്ചും കൂടി കാശ് കൂടുതൽ അയച്ചു കൊടുത്തിട്ട് 5 എല്ലാ മാസവും അമ്മയ്ക്ക് കുറച്ചും കൂടി കൂടുതൽ ഇരിക്കട്ടെ. എല്ലാവരും കൂടുതൽ എത്താൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു. സ്നേഹത്തോടെ. താങ്ക് യു സാർ. ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം പറയാം. ഇന്നലെ ഞാൻ എന്റെ കടകൾ ഇങ്ങനെ പോകാതെ എടുക്കായിരുന്നു. ഇപ്പൊ മിക്ക കടകളൊക്കെ പോയി തുടങ്ങി. 4-5 കടകളുണ്ട്. ചെറിയ കടകളാണ്, പണ്ടത്തെ കടകളാണ്, ഓടിന്റെയാണ്. അപ്പൊ അതിങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പോകാതെ എടുക്കായിരുന്നു. പിന്നെ അത് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു കട പോയിട്ട് അത് അവര് ചെയ്തിട്ടില്ല, അതിനകത്ത് ഇതൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും എനിക്കിപ്പ ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഇന്നലെ രാത്രി 8,000 രൂപ അക്കൗണ്ടിലേക്ക്, അതിന്റെ ഒരു ചെറിയ കട ഒരു വലിയ കടയും കൂടി എടുത്തതിന്റെ പൈസ 8,000 രൂപ ഇന്നലെ രാത്രി അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. എന്നോട് പറഞ്ഞ് അയച്ചു കിട്ടി. അതിന് ഒരുപാട് താങ്ക്സ് സാറേ. വെരി ഗുഡ്. ഇനി എല്ലാ ദിവസവും മോതിരമല്ലേ കയ്യിലുള്ളത് അല്ലേ?
ഉണ്ട് സാറേ. നീ ഇങ്ങനെ മോതിരം വെച്ചിട്ട് ഇങ്ങ് പിടിച്ചോളാം, വലിച്ചോളാം. ഒരേ അതിലേ പോകുന്ന പണത്തിനൊക്കെ ആ മോതിരം പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചോളാം കേട്ടോ. എല്ലാ ദിവസവും താങ്ക് യു കിട്ടും. താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ പറയട്ടെ സാർ. പറഞ്ഞു രാധവൻ പറഞ്ഞു. പറഞ്ഞു സാർ എനിക്ക് 40,000 രൂപ കിട്ടിട്ടോ. ആണോ? 40,000. റിംഗ് ടെക്നിക്കിന്റെ അല്ല, അതിനു മുമ്പിൽ തലേ ദിവസം ചെയ്തതിന്റെ. നമ്മുടെ ക്ലാസ്സിന് ക്ലാസിന്റെ. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു വെരി വെരി മച്ച്. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്പിളി പറഞ്ഞു. ഞാന് ഇന്ന് റിംഗ് ടെക്നിക്ക് ചെയ്തു. 30,000 രൂപ ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചത് ചെയ്യലൊന്നുമില്ല. പക്ഷെ മേലാത്ത ഒരാൾ ഇവിടെ വീട്ടിൽ വന്നതാണ് സഹായത്തിനാണ്. 1 ലോട്ടറി എടുക്കാൻ പറഞ്ഞു. അത് 6 സർവീസ് തരുന്നത് 5,000 രൂപ വെച്ച്. അപ്പൊ 10,000 ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് 5,000 അയച്ചോ? എന്തോ 10,000 ലോട്ടറി അടിച്ചാൽ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് 5,000 അയച്ചോന്ന്? ഞാൻ കാലിക്കറ്റ് പ്രോഗ്രാം അന്ന് എനിക്ക് അസൗകര്യം ഉണ്ട്. വരുന്നുണ്ടോ? കാലിക്കറ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല അന്നില്ല, ഇനി ആവാം. നെക്സ്റ്റ് ടൈം ആവാം. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ സംഗീത പറയൂ. സംഗീത എന്താ പറയണ്ടേ? ഇല്ല, പെട്ടെന്ന് പറ. സാറേ, ഞാൻ റിംഗ് തന്ത്രം ചെയ്തപ്പോഴേ ഒരു കാര്യം ഞങ്ങൾക്ക് വീട്ടിൽ 1,00,000 രൂപ ഒരാള് പറ്റിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഒരു സാഹചര്യം കൊണ്ട് തരാൻ പറ്റായി. പക്ഷെ ഫോൺ വിളിച്ച ആള് എടുക്കൂല. അത് ഞാൻ ജോലി ചെയ്യണ അവിടുത്തെ കോൺട്രാക്ട് എനിക്കൊരു ആക്സിഡന്റ് ആയപ്പോ വീട്ടിൽ കാണാൻ വന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിന് എന്തൊരു പാർട്ട്ണർഷിപ്പിൽ കൂട്ടി 1,00,000 രൂപ ആദ്യം 50,000 വാങ്ങിച്ച്, അങ്ങനെ മാസം പൈസ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊരു 50,000 കൂടെ ഹസ്ബൻഡിനെ കൊണ്ട് വാങ്ങിച്ചിട്ട് 1,00,000 കിട്ടി കഴിഞ്ഞതിന് ശേഷം പൈസ മാസത്തില് കിട്ടുന്ന വരുമാനം 25 രൂപ പോലും ഇവര് വിട്ടുകൊടുത്തിന്. പിന്നെ പൈസയും ഇല്ല, ആള് വിളിക്കുകയില്ല. അങ്ങനെ പിന്നെ അവര് ഗൾഫിൽ പോകുന്നതിന്റെ മുന്നേ വിളിച്ച് പറഞ്ഞു, ഞാൻ അങ്ങനെ ഗൾഫിൽ പോവാ, കുറച്ച് സഹായം ബിസിനസ് എന്തോ തകർന്നതുകൊണ്ട് എനിക്ക് പൈസ തരാൻ കഴിയില്ല, ഗൾഫിൽ പോയിട്ട് അയച്ചു തരാന്ന്. ഗൾഫിൽ പോയപ്പോ ആളെ വിളിച്ചിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഇങ്ങനെ ഹെഡ് ഓഫീസിലേക്കൊക്കെ വിളിച്ച് വരെ ഫ്ലാറ്റ് ഒക്കെ കണ്ടെടുത്ത് ഏട്ടൻ പോയി നോക്കിയപ്പോ അവിടുന്ന് വൈഫ് സംഭവം അറിയില്ല അവരെ. അപ്പൊ അവരൊരു നമ്പർ തന്ന് പിന്നെ അതേമാതിരി ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തില് ഇപ്പൊ മെസ്സേജ് ആയപ്പോ കിട്ടി. ഡിസംബർ മാസത്തിൽ വരുന്നുണ്ട്, അപ്പം തരാന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയാ മതിയെ. ഞാൻ ഒന്ന് അത് എഴുതാൻ മറന്നുപോയി. കിട്ടാതെ എഴുതിയായിരുന്നോ? അത് എഴുതാൻ മറന്നു സാറേ. ഇനിയും ചെയ്യാലോ. നാളെ ചെയ്തോ. നാളത്തെ ടെക്നിക്കൽ എഴുതിക്കോ. നാളത്തെ പുതിയ ടെക്നിക്ക് വരുന്നുണ്ടല്ലോ. 7 ഡേയ്സിൽ ക്ലാസ്സിൽ. നാളത്തെ ടെക്നിക്കൽ അത് എഴുതിക്കോ. എന്നിട്ട് കാശ് വരട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, കാശ് വരട്ടെ. ഓക്കെ, ഇനി ആരുമില്ലല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കിട്ടാനുള്ള പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സാറേ. വാങ്ങിച്ചു, അതെല്ലാം വാങ്ങിച്ചു വെച്ചു. അതൊക്കെ വാങ്ങിച്ചു വെച്ചു, എല്ലാം വാങ്ങിച്ചു. വേറൊരു 5,000 വരാനുണ്ടായിരുന്നു. അത് ബാങ്കിൽ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് അത് തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതിന് അത് 5-ാം തീയതി വരും. 5-ാം തീയതി വരെ വെച്ചു. 5-ാം തീയതി ഞാനും 5-ാം തീയതി ഡേറ്റ് ഇട്ട് എഴുതിയതാ സാർ. അത് അതുകൊണ്ടായിരിക്കും തിരിച്ചു പോയാ. 5-ാം തീയതി ഞാൻ 5-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് അത് എഴുതിയ. അതൊരു ഞങ്ങൾ നേഴ്സിംഗ് കൗൺസിലിന്റെ പൈസയായിരുന്നു. അപ്പൊ അത് ഞാൻ 5-ാം തീയതി ഡേറ്റ് ഇട്ട് എഴുതി. അതുകൊണ്ടായിരിക്കും ഇന്ന് അവര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തിരിച്ചു പോയിട്ടുണ്ട് മാം, വേഗം തരാന്ന് പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു. സുനിതക്ക് എന്താ പറയാനല്ലേ? സുനിത ഒന്നുമില്ലല്ലോ. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ BP ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ 3 ടൈപ്പ് ഗുളിക രാവിലെ കഴിക്കും, രാത്രിയിൽ 1 ഗുളിക. അതിപ്പം മരുന്ന് കഴിച്ചില്ലെങ്കിൽ 120/80 നോർമലായി കിട്ടി. അതൊരു വലിയൊരു സംഭവമാണ്. കാരണം എനിക്ക് ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞപ്പോൾ മുതലായിരുന്നു ഇത് കൂടിയത്. അത് ഹിസ്റ്റെക്ടമി ചെയ്ത് കഴിഞ്ഞിട്ടും ആ BP അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. ഒരു 4 വർഷത്തോളമായി ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അത് മെഡിറ്റേഷന്റെ തന്നെയാണ്
ഇത്രയും ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് അത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഈ മരുന്ന് ഈ 3 ഗുളിക കഴിച്ചാലും നോക്കിക്കഴിഞ്ഞാലും 149, 90 ആ ഒരു ലെവലിൽ നിൽക്കുമായിരുന്നു. ഇപ്പൊ താനെ മരുന്ന് കഴിച്ചില്ലേലും എനിക്ക് 120, 80 നോർമൽ, പക്ക നോർമലായി. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആയിട്ടും BP കുറഞ്ഞിരിക്കും, കുറയണം. അതാണ് മെഡിറ്റേഷൻ ഏറ്റവും റിസൾട്ട് വന്നിരിക്കുന്നു അല്ലെ? അതുപോലെ റിസൾട്ട് വന്നു. മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ തന്നെ അതിന്റെ ഇടയിൽ പറഞ്ഞു പോവാം. എല്ലാവരും ഇത് പുസ്തകം കുറച്ച് പിറകിലോട്ട് പറഞ്ഞു വെച്ച് പോയെ. ഏതോ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു നമ്മൾ. ആ പ്രതിജ്ഞ ഇവിടെ എത്ര പേര് ലംഘിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഏതോ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കില്ലെന്നൊരു പ്രതിജ്ഞ. സുജിത പറഞ്ഞതിന്റെ ഇതെനിക്ക് മനസ്സിലായി. അതിന് കുഴപ്പമില്ല കേട്ടോ. സുജിത പറഞ്ഞതിന്റെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് ഓട്ടോമാറ്റിക് വന്നു പോകും, നമ്മളിത് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഓരോ നിമിഷം തൊട്ട് തിരുത്തി തന്നില്ലെങ്കിൽ വീണ്ടും അത് വരില്ലേ? അപ്പൊ ഓരോ നിമിഷം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മുടെ. പക്ഷെ സാഹചര്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സാറേ. അറിയാം, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന് ആ രാത്രിയില് സാറ് പഠിപ്പിച്ച് തന്നപ്പോ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ 10 മണിയായപ്പോ ഇരുന്ന് ആലോചിച്ചു, ഞാനത് ചെയ്തില്ലല്ലോ, പിന്നെ 3 പ്രാവശ്യം കൂടെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു 1500 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് I'm expecting a big changes on you, not the small things. ഞാനത് കേൾക്കാൻ പോലും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾ വരാനിരിക്കുന്നത് വലിയ ചേഞ്ചാണ്, വലിയ ചേഞ്ചാണ്. നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ ചേഞ്ചസ് ആണ്. അത് മാത്രമാണ് ഞാൻ പൂർണ്ണമായും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നു പെട്ടെന്ന്. അപ്പം പിന്നെ ഗ്യാസ് തീർന്നില്ല. ഗ്യാസുകാരനെ വിളിച്ചപ്പോഴത്തേക്ക് ഉടനെ പറയേ, ഇന്നത്തെ എല്ലാം കഴിഞ്ഞു മാം, ഇനി അടുത്ത ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരുവാന്ന് പറഞ്ഞു. അത് തന്നെ സാറേ ക്ലാസ് അറ്റൻഡ് ചെയ്യണതിന്റെ ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കേ. കാരണം ഒരിക്കലും അങ്ങനെ വരില്ലല്ലോ. ഗ്യാസുകാരൻ പറയും ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് ഇന്നത്തേക്ക് ഇനി കിട്ടത്തില്ല. പക്ഷെ എനിക്ക് 1 മണിക്കൂർ പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, സാധനം സംഭവം എത്തി കേട്ടോ. പിന്നെ എനിക്കൊരു കട എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് തയ്യലിന് ആയിട്ട്. അപ്പൊ അതിന്റെ സാമ്പത്തികം വന്നിട്ടില്ല, അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കൂൺ കൃഷിയുടെ ഇതിന് പോയി, എല്ലാവർക്കും 300 രൂപ കൊടുക്കേണ്ടി വന്നു. എനിക്കത് സൗജന്യമായിട്ട് കൂടാൻ പറ്റി. പിന്നെ ഒരു ഡെന്റിസ്റ്റിന്റെ അത് പഠിക്കാൻ പോയിരുന്നേ. പരിശീലനം നൽകുന്നതായിരുന്നു ഒരു ഗാന്ധി സ്മാരകം എന്ന് പറയുന്ന ഒരു സംഭവം, അവിടെ ആയിരുന്നു. അപ്പൊ അതിന് 300 രൂപ കൊടുക്കണമായിരുന്നു. അതെനിക്ക് സൗജന്യമായിട്ട് കയറാൻ പറ്റി. പിന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി, അവിടെ ഒരു 1000 രൂപ അദ്ദേഹവും എടുത്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ചെല്ലുമ്പോ കൊടുത്താൽ മതിയെന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പർ ഇല്ല എന്നാ പറയുന്നത്. പിന്നെ ഇപ്പൊ എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, അതുകൊണ്ട് കൊടുക്കണം. എന്നാലും ഞാനത് പറയും, ആ സമയത്ത് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അതൊരു വിഷയമായി മാറില്ലേ നമ്മൾ പുറത്തു പോയി നിൽക്കുമ്പോ പൈസ കൊടുക്കാൻ പറ്റാണ്ട് വരുമ്പോ. പക്ഷെ എനിക്ക് ആ ഒരു വിഷയമൊന്നും വന്നില്ല. സാറ് പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും വരുമ്പോ കൊണ്ട് തന്നാ മതി. ഇനി ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ. BP ആണ് ഏറ്റവും പ്രശ്നമായിരുന്നത്. അതെനിക്ക് ഭയങ്കര മാറ്റമുണ്ട് അതില്. കണ്ടിന്യൂ യുവർ മെഡിറ്റേഷൻ, ഇറ്റ് വിൽ ബി ഫുള്ളി ഓൾ റൈറ്റ് ഫോർ യു. എപ്പോഴും നന്നായിട്ട് അത് മാറും, പെട്ടെന്ന് മാറും. 1-2 ആൾക്കാർ ഇവിടെ ചാറ്റിൽ ചോദിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ റിങ്ങിന്റെ കാര്യം എന്താ പറയണേന്ന് ചോദിച്ചു. റിങ്ങിന്റെ കാര്യം നമ്മൾക്ക് ഒരു ക്ലാസ് ഉണ്ട് ഓൾറെഡി, 7 ഡേയ്സിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്. അതിന്റെയാണ് ഈ റിംഗ് ടെക്നിക്ക് പറയുന്നത്. ആ ക്ലാസ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത ബാച്ച് ഉടനെ തുടങ്ങുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് ഉള്ളതുകൊണ്ട് അടുത്ത ബാച്ച് ഉടനെ തുടങ്ങുന്നുണ്ട്. അഡ്മിനുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ബാച്ചിന്റെ ഗ്രൂപ്പിൽ ഇപ്പൊ ആഡ് ചെയ്യും. ഇപ്പൊ തുടങ്ങില്ല, ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇവിടെ ഷുഗറിന്റെ, ഒരാൾക്ക് ഷുഗറിന്റെ വിഷമം ഉണ്ടായപ്പോൾ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഷുഗർ കുറഞ്ഞു. പിന്നെ മെഡിറ്റേഷൻ ക്ലാസ് രാവിലെ മോർണിംഗ് 5:30 ആണുള്ളത്. സുഷമ ചോദിച്ച ചോദ്യത്തിന്, സുഷമക്കുള്ള വിഷയം ഡയബറ്റിക് ആണ്, ഡയബറ്റിക് പാൻക്രിയാസ് ഇഷ്യൂ ആണ്.
അതിന് വളരെ ഗുണകരമായി തന്നെ മെഡിറ്റേഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡയറ്റ് ആണ് അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡയറ്റ് പാൻക്രിയാസിന്റെ ഇത് നിങ്ങളുടെ വിഷയം ഡയറ്റ് ആണ്. ആ ഡയറ്റും മെഡിറ്റേഷനും കൂടി നമുക്ക് ഗുണകരമായി മാറ്റാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സാറേ ശാലിന, ഒരു മിനിറ്റ് സാറേ. ഞാൻ 555 രൂപ അടച്ചിട്ടുണ്ടായിനി, അപ്പൊ എനിക്ക് വന്നില്ലല്ലോ അത് മെഡിറ്റേഷന്റെ. മെഡിറ്റേഷനോ? അതല്ല, എന്തേനിയാ മറന്നുപോയി. 555 രൂപ ഞാൻ അടച്ചിട്ടുണ്ട്. ശാലിനിക്ക് മറന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? അല്ല, ഞാൻ അയച്ചു തന്നിണ്ടേന്, അപ്പൊ ഞാൻ ആഡ് ചെയ്തില്ലല്ലോ. ശാലിനി മറന്നതുകൊണ്ടാണ് ഞങ്ങൾ മറന്നുപോയിട്ട്. അഡ്മിൻ ഒന്ന് നോട്ട് ചെയ്ത് നെക്സ്റ്റ് ബാച്ചിലേക്ക് ശാലിനി ചേർത്തോളൂ. ഓൾറെഡി ഇത് കഴിഞ്ഞല്ലോ. അപ്പൊ എന്താ പിന്നെ ഇത്രയും ഗ്രൂപ്പിൽ തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ എന്ത് പറയാതിരുന്നേ? ഞാൻ വിചാരിച്ചെന്നെ ചേർത്തുണ്ടെന്ന്, അപ്പൊ വന്നപ്പോഴേക്കും വരാന്ന് വിചാരിച്ചു. ചേർത്തെന്ന് വിചാരിച്ച അപ്പൊ ആ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടോ? അതിന് ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഗ്രൂപ്പില്. നമ്പർ ഒന്നും ഇപ്പൊ തന്നെ എഴുതിയിട്ട് അഡ്മിൻ ആഡ് ചെയ്യും. ചിലപ്പോ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ? കുറെ സ്ക്രീൻഷോട്ടുകൾ വരുന്നല്ലേ? 9946. അതാ ചാറ്റ് ബോക്സിലിട്ട് ഞാൻ എഴുതി വെക്കണോ? എങ്ങനെയാ? എനിക്ക് അറിയില്ല എങ്ങനെയാ. ഞാൻ എഴുതണോ? ചാറ്റ് ബോക്സിലേക്ക് നമ്പർ ടൈപ്പ് ചെയ്തിടുവോ? ഞാൻ നോക്കട്ടെ. ഞാൻ നമ്പർ എഴുതിയില്ല സാർ. സാറേ, ഞാൻ വരുന്നുണ്ട് കോഴിക്കോട്. എനിക്കൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് മോൻ പോയിന്ന്. അവൻ പോയി. അപ്പൊ സാറ് 8-ാം തീയതിക്ക് നീട്ടിയില്ലേ, അപ്പൊ അത് കാരണം എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇന്നുണ്ട് എന്നെ അറിഞ്ഞോണ്ടൊരു ഞാൻ അറിയുന്നൊരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 500 രൂപ അടച്ച് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ട്രെയിന് വരാന്ന് വെച്ചു. അതൊരു സത്യം പറഞ്ഞൊരു മിറാക്കിൾ പോലെ എനിക്ക് തോന്നി. പിന്നെ തന്നെയല്ല, മെയിൻ കാര്യം ഞാൻ പറയാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന് ഇങ്ങനെ കിട്ടുന്നുണ്ടായില്ല. ഞാൻ 2ാമത്തെ ആൾക്ക് ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നവംബർ 30-നകം ഇൻഫർമേഷൻ എഴുതിയത്. അപ്പൊ അത് നവംബർ 30-നകം ഒരു 80-90% ഓക്കെ ഉണ്ട്. ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്, നേരിട്ട് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഓഫർ ലെറ്റർ കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് പുതിയ ജോലിയിലേക്ക്. ജോലിയിൽ ചില സമയത്ത് അവരുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിയണ്ടേ? അപ്പൊ കാരണം അവനും ഒരു ഇതുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മൂത്താള് ഇന്നാണ് പോയത്. അവനും മഴ ഉണ്ടെങ്കിൽ അവനും ദുബായിൽ തന്നെയാണ്. സാറിനെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരി, താങ്ക് യു സാർ. നിങ്ങൾ 7 ഡേയ്സിലുണ്ടല്ലോ അല്ലേ? 7 ഡേയ്സിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലല്ല, 7 ഡേയ്സിലും ലോ ഓഫ് അട്രാക്ഷനിലില്ലേ? ഉണ്ട്. ടെക്നിക്കൽ ആള് വരും. ഓക്കെ, ശരി കേട്ടോ. ഇന്നിപ്പോ നമ്മുടെ സമയം ഡെയിലി മെഡിറ്റേഷന്റെ കിട്ടണമെന്നില്ലല്ലോ. ഡെയിലി മെഡിറ്റേഷൻ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ പുതിയ സെഷൻ രണ്ടാമത്തെ ചെയ്യണം അല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. അതിനിടയിൽ ഇപ്പൊ എനിക്ക് ഒരാഴ്ച എനിക്ക് കയറാനും പറ്റിയല്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്ന് കഴിഞ്ഞു. ഒരാള് തപ്പി എടുത്തിട്ടുണ്ട് ഇപ്പോ. സാറേ, എനിക്ക് നീലപ്പെൻ കിട്ടിയില്ല. ആരെങ്കിലും നീലപ്പെൻ വാങ്ങിക്കാൻ ആരാ രമ്യയോട് പറഞ്ഞത്? ആരാണ് രമ്യ നീലപ്പെൻ വാങ്ങിക്കാൻ പറഞ്ഞത്? ആ ആളെ ഒന്ന് കാണിച്ചു തരൂടെ? നിങ്ങൾ എന്നെ ഞാനൊരു കാര്യം നോക്കൂ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് മാത്രമേ ഞാൻ ഉത്തരവാദിയുള്ളൂ. നിങ്ങൾ കേട്ടതിന് ഞാൻ ഉത്തരവാദിയേ അല്ല. അത് എന്നോട് വന്ന് ചോദിക്കരുത്. ഞാൻ എന്തു പറഞ്ഞു അതിന് പൂർണ്ണ ഉത്തരവാദി ഞാനാണ്. നിങ്ങളോട് ഞാൻ കടലാസ് വെള്ളത്തിലിട്ടിട്ട് അത് കലക്കി അതിൽ നിന്ന് റിങ് എടുത്ത് ഇതിലിട്ടോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ വെള്ളം എന്ത് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ആ വെള്ളം നിങ്ങൾ കുടിക്കൂ ഇല്ലെങ്കിൽ കുടിക്കാതിരിക്കൂ എന്ന് ഞാൻ പറയണം. ഇത് പറയാതിരിക്കുമ്പോ അതിന്റെ അർത്ഥം ആ വെള്ളം കളയണമെന്നല്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ എന്നെ പിടിച്ചിട്ട് ഈ ആൾക്കാർ ഈ വെള്ളം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതുപോലെ ആക്കരുത്. നീലപ്പെൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മഷിപ്പെൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരാരെ പച്ചപ്പേൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളെ തമാശ സമയത്ത് എനിക്ക് ചിരിച്ച് തലകുത്തും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവണമെന്ന് പറയുന്നതിലാണ് ഏറ്റവും സന്തോഷം. ആ റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, അതൊക്കെ സന്തോഷത്തെ സ്വീകരിക്കുന്നു. റിസൾട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ വഴിയേ പോകുമ്പോൾ വേണമെങ്കിൽ ഗുരുദക്ഷിണ എന്ന രീതിയിൽ ഗൂഗിൾ പേക്ക് ഓരോ തട്ടുന്നതിന് കുഴപ്പമില്ല. അത് ഞാൻ സന്തോഷത്തെ സ്വീകരിക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ, അതൊന്നും യാതൊരുക്കില്ല. അയ്യോ, ദൈവം നീല മഷിപ്പൻ ദൈവം നീല മഷിപ്പനോ അങ്ങനെ പറഞ്ഞോ?
ദൈവം വന്ന് പറഞ്ഞു നീലമഷിപ്പനോട്, എന്നാ അതന്നെ എഴുതാവട്ടോ. മറ്റേതേ നീലമഷിപ്പന് മാത്രമേ ഉപയോഗിക്കാവൂ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീലമഷിപ്പൻ മാത്രമേ ഉപയോഗിക്കാവൂ, വേറെ ഒന്ന്. ഇനിയിപ്പോ മറ്റുള്ളവർ കേട്ടവർ വരണ്ട, നിങ്ങളോട് ആരോടും അല്ല പറഞ്ഞത്, എമ്മയോട് പറഞ്ഞത് നീലമഷിപ്പൻ ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് നീലമഷിപ്പൻ കേട്ടോ, അത് തന്നെ ഫോളോ ചെയ്യണം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു കാര്യം രമ്യക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നീലമഷിപ്പനാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവൂ കേട്ടോ. അതാണ് റിസൾട്ട് തരുന്നത് കേട്ടോ. മാറ്റരുതേ. മറ്റുള്ളവർ ആർക്കും അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ വെക്കല്ലേ. ഓക്കെ. ചിന്മുദ്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചിന്മുദ്ര പിടിക്കുമ്പോൾ വിരൽ തുമ്പിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. ഒരു തരിപ്പ് ഫുൾ ടൈം ഉണ്ടാകും. എന്താകും? ഇരിക്കട്ടെ. ചിന്മുദ്രയുടെ പ്രത്യേകത അതാണല്ലോ. ചിന്മുദ്ര പിടിക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തരിപ്പ് ഉണ്ടാവൂലേ? ഒരു എനർജി വന്ന് കറണ്ട് വന്നിട്ട് ഇവിടെ അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യില് ഒരു തരിപ്പ് നമുക്ക് ഉണ്ടാവൂലേ? ടെസ്റ്റ് ചെയ്യണം, പോയിട്ട് ഒന്ന് പ്ലഗിൽ കൈയിട്ട് നോക്കൂ. അപ്പൊ ഒരു തരിപ്പടിയും അടിക്കും. അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഒന്ന് കൈയിട്ട് നോക്കുക. അത് നോർമലി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ അതിനാണ് ഇത് പിടിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് 3 വിരലുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ചിന്മുദ്ര കഴിഞ്ഞ് പിന്നെ വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ മെഡിറ്റേഷനിൽ പതുക്കെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഓക്കെ, ശരി. അപ്പോ ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നമുക്ക് വലിയ ലെങ്ത് ആവും അല്ലെങ്കിൽ അല്ലേ? ഇന്ന് ക്ലാസ് വേണോ? ഇത്ര സമയമായില്ലേ? നാളെ മതിയോ ക്ലാസ്? ഇന്ന് ഡിസ്കഷൻസ് മാത്രമായിട്ട് റിസൾട്ട് മാത്രമാക്കിയിട്ട് നാളെ മതിയോ? സമയം പോലെ ഓൾറെഡി 10 മണിയായില്ലേ? അല്ലേ? നാളെ മതി. പണികളില്ലേ? ഇന്ന് നമുക്ക് ടെസ്റ്റ് നിങ്ങളുടെ ഷെയറിങ് മാത്രം ഇടാം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇന്ന് ക്ലാസ്സിന് വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമയോടുകൂടി, കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇന്നലത്തെ റിസൾട്ടുകൾ ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. റിസൾട്ട് ഷെയർ ചെയ്യാം യൂട്യൂബില്. നാളെ ക്ലാസ് കൊണ്ടുവിടാം കേട്ടോ. ഓക്കെ. ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയോടെ വന്ന്, ഒരുപാട് ക്ലാസ്സിന് വേണ്ടി പ്രതീക്ഷയോടെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും നന്ദി. കാരണം സമയം പോയതുകൊണ്ട്, കാരണം പിന്നെ ഇവർക്കത് ഷെയർ ചെയ്യാനുള്ള സമയവും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതേ ക്ലാസ് നമുക്ക് നാളെ തുടരാം കേട്ടോ. താങ്ക് യു. ഒരു സംശയം ചോദിച്ചോ, സംശയം ചോദിച്ചോ. അത് ഇന്ന് മറ്റേ മെഡിറ്റേഷൻ 7 ഡേ ഇന്നലെ തീർന്നപ്പോ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തോട്ടെ? 7 ഡേ പ്രാക്ടീസ് ചെയ്തോ. നമ്മുടെ 7 മിറാക്കിൾ അല്ലേ? അതെ അതെ. അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ചെയ്തോളൂ. ആപ്പിൽ അതുകൊണ്ടല്ലേ ആപ്പിൽ തന്നത്. ആപ്പുള്ളവർക്ക് ആപ്പ് നമ്മൾ 2020 മെഡിറ്റേഷൻ കൂടി ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. 2020 ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് പുതിയ ക്ലാസ് അനൗൺസ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. പുതിയ ക്ലാസ് നമ്മുടെ റിമൂവ് ഇംപ്യൂരിറ്റീസും ക്ലാസ് ഇന്ന് അനൗൺസ് ചെയ്യേണ്ട ദിവസമാണ്. പക്ഷെ ഇന്നിപ്പോ ക്ലാസ് എടുക്കാത്തതുകൊണ്ട് ഇനിയിപ്പോ പുതിയ ക്ലാസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബ്ലോക്കേജിന്റെ കാരണം എന്താണ്? സാർ, പുതിയ ആൾക്ക് മെഡിറ്റേഷന്റെ ഗ്രൂപ്പ് എങ്ങനെ കിട്ടും? 444 രൂപ പേ ചെയ്താൽ ആഡ് ചെയ്യും. അത് കാലിക്കറ്റ് ആ ഗൂഗിൾ പേ തന്നെ ചെയ്യാനാ? ഗൂഗിൾ പേ ചെയ്ത് പറഞ്ഞാൽ മതില്ലേ? പറഞ്ഞാൽ മതി. നമ്പർ കൊടുത്താൽ മതി. രാവിലെ 5:30 മണിക്കൊക്കെ അപ്പൊ തന്നെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആഡ് ചെയ്യും. അപ്പൊ സാറ് പറഞ്ഞ റിങ്ങിന്റെ ഒക്കെയോ? അത് ഇനി അടുത്ത ബാച്ച് തുടങ്ങുമ്പോ 7 days 7 മിറാക്കിൾ ലോ ഓഫ് അട്രാക്ഷൻ, അത് ഇനി അടുത്ത ബാച്ച് ഉടനെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ 19 ആൾക്കാർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് ബാച്ചിലേക്ക്. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അതിന് ഫീസ് കൂടിയിട്ടുണ്ട്. ആരോടും പഴയ ബാച്ചുകാരോട് ഫീസ് ചോദിക്കരുത്. പുതിയ ബാച്ചിന്റെ ഫീസ് വ്യത്യാസമാണ്. അപ്പൊ അതെങ്ങനെ മനസ്സിലാവും? സാർ അറിയിക്കും. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഗ്രൂപ്പില് ഫീസ് അനൗൺസ് ചെയ്യാം. മെഡിറ്റേഷൻ ഗ്രൂപ്പ് പറഞ്ഞു തരും. മെഡിറ്റേഷൻ ഗ്രൂപ്പ് അല്ല, ഇതിവിടെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടല്ലോ. പറയാം. അറിയിച്ചോളൂ. നാളെ മെഡിറ്റേഷൻ അനുസരിച്ച് അഡ്മിന് നമ്പർ അയക്കുമ്പോൾ അഡ്മിന് നിങ്ങളെ ബന്ധപ്പെടും. പറയാം. ശരി ശരി.
ഓക്കെ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും പിരിയാം. ബാക്കി നാളെ നോക്കാം. ആർക്കും ഇല്ലല്ലോ, ഒന്നൊന്നും സംസാരിക്കാൻ പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ആപ്പ് ഏതാണ് ചോദിക്കുന്നുണ്ട്. ആപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ കോഴ്സ് എൻറോൾ ചെയ്യണം. കോഴ്സ് ഉള്ളവർക്ക് മാത്രമേ ആപ്പ് കിട്ടുള്ളൂ. സാറേ, അപ്പൊ ഞാനിനി കൂടുതൽ പൈസ അടയ്ക്കണം ഇനിയത്തെ മെഡിറ്റേഷന്? അതിന്റെ ശാലിനിയെ ഞാൻ നാളെ 555 അടച്ചതാണല്ലോ, എന്നാ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കൂടുതൽ കൂട്ടി അടക്കണോ ശാലിനി അടച്ചത്? മെഡിറ്റേഷൻ ആണോ അടച്ചത്? 555 ലോ ഓഫ് അട്രാക്ഷൻ. അത് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ഗ്രൂപ്പിൽ കയറ്റും. ലോ ഓഫ് അട്രാക്ഷന് ബാക്കി എമൗണ്ട് അടക്കണ്ട. ഇനി അടയ്ക്കണോ? വേണ്ട. ലോ ഓഫ് അട്രാക്ഷൻ ആണോ ശാലിനിക്ക് വേണ്ടത്? മെഡിറ്റേഷൻ? ലോ അട്രാക്ഷൻ 555ന്റെ. ഓക്കെ, അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് 2 കാര്യം സാറിനോട് പറയണ്ടേ സാറേ. എനിക്കിങ്ങനെ വിളിക്കാൻ അങ്ങനെ കിട്ടൂല. പറയട്ടെ? പബ്ലിക്കായിട്ട് പറയട്ടെ, പറയാവേ? എന്നാ പിന്നെ എപ്പോഴാ വിളിക്കേണ്ട സാറിനെ? ഈ നമ്പറിലാ? എങ്ങനെയാ വിളിച്ചാ കിട്ടൂല, അപ്പോയിന്റ്മെന്റ് എടുത്താലേ കിട്ടുള്ളൂ. അതിന് ഫീസ് വേണോ? അതൊക്കെ നിങ്ങൾ അഡ്മിനോട് സംസാരിച്ചോളൂ. ഓക്കെ, ശരി. എന്നാലേ വേറൊന്നുമില്ല എല്ലാവർക്കും. നാളെ എടുക്കാം. ഇത് ചെയ്യുമ്പോ ചൊറിച്ചില് വരുന്നുണ്ട് സാറേ, അതിനെന്താ ചൊറിച്ചില് വരുന്നുണ്ട്. ഇതില്ല, ഇന്നലെ 3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ? ഒരു 24 മണിക്കൂറിന്റെ മെഡിറ്റേഷൻ സാറ് പറഞ്ഞില്ലായിരുന്നോ? പൈസ കിട്ടാൻ വേണ്ടിട്ട്. അന്നപ്പോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ലാസ്റ്റ് ആകുമ്പോ ചൊറിയ എന്തൊക്കെയോ ഒരു സഞ്ചാരമൊക്കെ പോലെ. സ്വാഭാവികല്ലേ? അത്രയും മാലിന്യങ്ങളുള്ള സ്ഥലത്തേക്ക് പിന്നെ എങ്ങനെ ചോർച്ചല്ല പിന്നെ എന്താ വരിക? അത്രയും. അതാ സാറേ ഞാൻ പറഞ്ഞ, എനിക്ക് അത് ഹീൽ ചെയ്ത് തരാൻ പറഞ്ഞു. എനിക്ക് അത് ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. വേറെ ആരോടും ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു ഹീൽ ചെയ്യാൻ? അതെങ്ങനെയാ? ഞാൻ ഇതെല്ലാം നിങ്ങൾ തന്നെ പറയൂ. അല്ല, അതൊന്നും സാറ് എന്താ ഞാൻ ചെയ്യണ്ടാക്കി കഴിയുന്നില്ല എന്തായിട്ടും. റിമൂവ് ഇംപ്യൂരിറ്റീസിൽ പോകണം. നമ്മുടെ മാലിന്യങ്ങളെ പുറത്തെടുക്കണം. എന്താ ചെയ്യാ? അതിനാണ് നമ്മുടെ കോഴ്സ് നമ്മുടെ മെയിൻ കോഴ്സ് അതാണ് ഇവിടെ. ഇതെല്ലാം ചെറിയ ചെറിയ ചപ്പടി കോഴ്സുകളാണ്. നമ്മുടെ മെയിൻ കോഴ്സ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ്. ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ബ്ലോക്കേജ് ഉള്ള ഒഴിവാക്കലാണ് നമ്മുടെ പ്രധാന പരിപാടി. അതിന് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോകണം. അതിന് ജേർണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സിൽ പോകണം. ഇവിടെ വന്ന് റിസൾട്ട് പറയുന്നവരെല്ലാവരും അതൊക്കെ ചെയ്തവരാ. അപ്പോഴാണ് വരുന്നത്. അതാണ് വലിയ കോഴ്സ് നമ്മുടെ. അതെയോ? അത് അടയ്ക്കാനുള്ള സാമ്പത്തികമല്ല, ഭർത്താവിന് സുഖമല്ല, എല്ലാ കാര്യവും ഞാൻ തന്നെയാണ്. ഒന്നിക്കൽ ഇരുന്ന് പഴുക്കുക, അല്ലെങ്കിൽ തല്ലി പഴുപ്പിക്കുക, ഒന്നല്ലേ പറ്റുള്ളൂ. എല്ലാത്തിനും മാലിന്യം നിങ്ങളിൽ തന്നെയാണ്. മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ തീരുമാനിക്കും. എനിക്കിപ്പോ ഇതിനകത്ത് എന്താ വേറെ പറയാൻ പറ്റുക? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.